തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിക്കുമൊപ്പം കൗതുകമേറുന്ന പല വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു വാർത്തയാണ് ഒരു വാർഡിൽ നിന്ന് 3 പഞ്ചായത്ത് അംഗങ്ങൾ എന്നത്. കേരളത്തിൽ പലയിടത്തും ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഒരേ വാർഡുകാർ മറ്റു വാർഡുകളിൽ പോയി മത്സരിച്ച് വിജയിച്ചിരിക്കുകയാണ് തിരുവല്ല പെരിങ്ങര പഞ്ചായത്ത്. പെരിങ്ങര പഞ്ചായത്ത് 10ാം വാർഡിൽ നിന്നുള്ള 3 പേർ, മൂവരും NDA സ്ഥാനാർത്ഥികൾ 10, 11, 12 വാർഡുകളിൽ വിജയിച്ച് കയറിയിരിക്കുകയാണ്. വാർഡ് 10-ൽ ദേവരാജൻ, 11-ൽ അരുൺ M. കുമാർ, 12-ൽ അനീഷ് ചന്ദ്രൻ എന്നിവരാണ് വിജയിച്ചിരിക്കുന്നത്. എൻ്റെ പേര് ദേവരാജൻ. പെരിങ്ങര പഞ്ചായത്തിൻ്റെ 10ാം വാർഡിലെ NDA സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചയാളാണ്. കഴിഞ്ഞ 3 ടേമായി ഈ നാട്ടിലെ ജനങ്ങൾ നൽകിയ അംഗീകാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യവും ഈ മിന്നുന്ന വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 3 ടേമിലിരുന്ന മെമ്പർമാരും അതുപോലെ തന്നെ അവർ ചെയ്ത തുടർ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും അതിനുള്ള ഭാഗ്യം എനിക്ക് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും മുന്നോട്ടുള്ള എല്ലാ പ്രയാണങ്ങൾക്കും മുൻ മെമ്പർമാരുടെ അവരുടെ വികസനത്തിൻ്റെ ഊന്നിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ മിന്നുന്ന വിജയം ഈ വാർഡിലെ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള അവരുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമാണ് എനിക്ക് വിജയിക്കാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ എൻ്റെ വിജയം ഇവിടുത്തെ 10ാം വാർഡിലെ ടീം വർക്കിനായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. കൂടാതെ നമ്മുടെ 10ാം വാർഡിൽ നിന്നാണ് നമ്മുടെ അടുത്ത 2 സ്ഥാനാർത്ഥികൾ വിജയിച്ച് വന്നിട്ട് 11ാം വാർഡും 12ാം വാർഡും അവരും കൂടെ ഈ 10ാം വാർഡിൻ്റെ ഭാഗത്താകുകയാണ്. തീർച്ചയായിട്ടും അതൊരു വ്യത്യസ്തത തന്നെയാണ്. മാത്രവുമല്ല, നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനങ്ങൾ ഈ നാട്ടിലെമ്പാടും എത്തിക്കാനും കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ടുകൾക്കായി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നതും ഇനിയും ആ മോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എല്ലാ വാർഡിലും എത്തിക്കുകയും മാറാത്തത് മാറും എന്ന അതിൽ ഞങ്ങൾ ഊന്നി നിന്നുകൊണ്ട് ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ കൈവരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പട്ടികജാതി സംവരണ വാർഡായ 10-ലെ സ്ഥാനാർത്ഥിയായി ദേവരാജനെ പാർട്ടി മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. എന്നാൽ 11, 12 വാർഡുകളിലേക്ക് മുന്നണി തീരുമാനിച്ചിരുന്ന സ്ഥാനാർത്ഥികളെ സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ട് മാറ്റേണ്ട സാഹചര്യം ഉടലെടുത്തതോടെയാണ് അരുണിനും അനീഷ് ചന്ദ്രനും നറുക്കുവീണത്. തങ്ങളുടേതല്ലാത്ത വാർഡുകളിൽ മത്സരിച്ച ഇരുവരും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച് കയറുകയും ചെയ്തു. നമസ്കാരം, എൻ്റെ പേര് അനീഷ് ചന്ദ്രൻ എന്നാണ്. ഞാൻ 12ാം വാർഡിൽ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയുണ്ടായി. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ്റെ തൊട്ട് മുമ്പാണ് എന്നോട് സംഘടന എന്നെ ആ ദൗത്യം ഏൽപ്പിച്ചത്. എനിക്കത് വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിച്ചു. എൻ്റെ കൂടെ അവിടുത്തെ പ്രവർത്തകർ, യുവാക്കൾ, അനുഭാവികൾ, അമ്മമാർ, പിന്നെ ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വലിയ ഒരു നാട്ടിലെ ജനങ്ങളുടെ ഒരു പിന്തുണ, പിന്നെ അവിടുത്തെ സുഹൃത്തുക്കൾ, ഗൾഫിലും മറ്റുമുള്ള ധാരാളം ആളുകൾ എനിക്ക് പിന്തുണ അറിയിച്ചു. എൻ്റെ കൂടെ പഠിച്ച വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരെ, എൻ്റെ കൂടെ കളിച്ചു വളർന്നവരെ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും എനിക്ക് പിന്തുണ അറിയിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ആ വാർഡിൽ ജയിക്കാൻ സാധിച്ചു. എൻ്റെ സ്വന്തം വാർഡെന്ന് വെച്ചാൽ 10ാം വാർഡാണ്. 10ാം വാർഡിലാണ് എനിക്ക് വോട്ടുള്ളത്, എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ 12ാം വാർഡിൽ സ്വന്തമായി മാറി. ജനഹൃദയങ്ങളിൽ നല്ലൊരു ബന്ധം എനിക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട് എനിക്ക് സ്ഥാനം നൽകുകയും ആ ഓരോ വീട്ടിലെ അംഗമായിട്ട് മാറുകയും ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് എനിക്ക് വൻ ഭൂരിപക്ഷത്തിൽ 145 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിച്ചു. എല്ലാ വോട്ടർമാർക്കും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ എല്ലാവിധ അകമഴിഞ്ഞ പിന്തുണയും എല്ലാവിധ ജനകീയമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ജനങ്ങളിൽ എത്തിക്കുവാനും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ജനങ്ങളിൽ എത്തിക്കുവാനും എനിക്ക് സാധിക്കും. തീർച്ചയായും എല്ലാ വിഭാഗം ജനങ്ങളുടെ കൂടെ കാണുമെന്നൊരു ഉറപ്പാണ് എനിക്കിപ്പോൾ നൽകാനുള്ളത്. നമസ്കാരം, എൻ്റെ പേര് അരുൺ. ഞാൻ പെരിങ്ങര പഞ്ചായത്തിലെ 10ാം വാർഡിലെ വോട്ടറാണ്. അവിചാരിതമായിട്ടാണ് ഒരു നിയോഗം പോലെ 11ാം വാർഡിൽ സ്ഥാനാർത്ഥിയാവണം എന്ന് സംഘടന എന്നോട് ആവശ്യപ്പെട്ടത്. അതിന് മുമ്പ് വേറൊരു സ്ഥാനാർത്ഥി 2 തവണ ഗ്രഹസമ്പർക്കം നടത്തിയിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റാതെയായി. ചുരുങ്ങിയ ഒരു 18 ദിവസത്തെ കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ട് ഒരു നല്ല വിജയം സംഘടനയ്ക്ക് നേടി കൊടുക്കാൻ സാധിച്ചു. മൊത്തം 443 വോട്ട് നമുക്ക് NDAക്ക് കിട്ടിയ സമയത്ത് 197 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ
ഈ 11-ാം വാർഡിലെ ജനങ്ങൾ NDA വിജയിപ്പിച്ച് നല്ലൊരു വിജയം നമുക്ക് സമ്മാനിച്ചു. എൻ്റെ പ്രവർത്തകരുടെ കൂട്ടായൊരു പ്രവർത്തനം കൊണ്ട് നമുക്ക് ഈ ഒരു വലിയ വിജയം നേടാൻ സാധിച്ചത്. വരും വർഷങ്ങളിലും ഈ ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ട് മുൻ മെമ്പർ അശ്വതി രാമേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ആ ബലം കൊണ്ടാണ് നമുക്ക് ഇത്രയൊരു വലിയൊരു ഭൂരിപക്ഷത്തിൽ നമുക്ക് ജയിക്കാൻ സാധിച്ചത്. വരും വർഷങ്ങളിലും അല്ലെങ്കിൽ വരുന്ന 5 വർഷത്തിലും ഈ കൂട്ടായ പ്രവർത്തനത്തിൽ വാർഡ് ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകണം, എല്ലാവരും കൂടെ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. കഴിഞ്ഞ 20 വർഷമായി NDA കൈയടക്കിയിരുന്ന 10-ാം വാർഡിൽ മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇരട്ടിയിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ദേവരാജൻ വിജയിച്ചു കയറിയത്. ആകെ പോൾ ചെയ്ത 796 വോട്ടുകളിൽ 399 വോട്ടുകൾ നേടി ദേവരാജൻ ഒന്നാമതെത്തി. 11-ാം വാർഡിൽ ആകെ പോൾ ചെയ്ത 845 വോട്ടുകളിൽ 448 വോട്ടുകൾ അരുൺ M. കുമാർ നേടി. 745 വോട്ടുകൾ പോൾ ചെയ്ത 12-ാം വാർഡിൽ 340 വോട്ടുകൾ നേടിയാണ് അനീഷ് ചന്ദ്രൻ വിജയിച്ചത്.